ഹലോ, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ്, KAS ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കുറച്ച് പോർഷൻസ് മാത്രം സെലക്ട് ചെയ്ത് അതിനകത്ത് ഒരു പോർഷൻ, അതായത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന ഭരണകർത്താവാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ്, അദ്ദേഹത്തെ പറ്റിയിട്ട് ഫുൾ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഫുൾ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് കേരള ചരിത്രത്തിൽ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. അത് ആദ്യം ഒന്ന് നോക്കിയതിനു ശേഷം ഇവിടേക്ക് വരാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും. വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് ഞാൻ തീർക്കാനായിട്ട് ശ്രമിക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് കേരള ചരിത്രത്തിലേക്ക് പോകാം. നോക്കിക്കോളൂ, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1933 മുതൽ 1949 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവ്, അവസാനത്തെ തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിയമനിർമ്മാണ സഭയുടെ ഘടനയിൽ മാറ്റം വരികയും ഭരണപരവും സാമൂഹികവുമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പിലാകുകയും ചെയ്തു. 1932 നിയമനിർമ്മാണ സഭാ പരിഷ്കരണ നിയമം അനുസരിച്ച് കുറെ കൂടി വിപുലമായ വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ്. 1932 നിയമനിർമ്മാണ സഭാ പരിഷ്കരണ നിയമം അനുസരിച്ചിട്ട് കുറെ കൂടെ വിപുലമായിട്ടുള്ള വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാ പറഞ്ഞത്? 2 മണ്ഡലങ്ങളാണ് സ്റ്റേറ്റ് കൗൺസിലിന് ഉണ്ടായത്. ഒന്ന് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ ഉണ്ടായി. ശ്രീമൂലം അസംബ്ലിയിൽ 10 ഔദ്യോഗിക അംഗങ്ങൾ ഉൾപ്പെടെ ആകെ 72 അംഗങ്ങളുണ്ട്. 62 അനൌദ്യോഗിക അംഗങ്ങളിൽ 43 പേരെ പൊതു നിയോജക മണ്ഡലങ്ങളും 5 പേരെ തോട്ടമുടമ, ഭൂപ്രഭുക്കള്, വൻകിട കച്ചവടക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന പ്രത്യേക നിയോജക മണ്ഡലങ്ങളും തെരഞ്ഞെടുത്തു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കാര്യം ഏതാണ്? നിയമനിർമ്മാണ സഭ പരിഷ്കരിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ 2 മണ്ഡലങ്ങൾ ഉണ്ടാക്കി. ആ 2 മണ്ഡലങ്ങളുടെ കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ആ മണ്ഡലങ്ങളുടെ പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം. അധികാരവശാൽ ദിവാനായിരുന്ന അസംബ്ലിയുടെ അധ്യക്ഷൻ ആരാണ്? ദിവാനായിരുന്നു ഈ അസംബ്ലിയുടെ അധ്യക്ഷൻ. ഒരു ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അസംബ്ലിക്കുണ്ട്. 37 അംഗങ്ങൾ അടങ്ങിയതായിരുന്നു ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. 27 പേർ അനൌദ്യോഗിക അംഗങ്ങളാണ്, മറ്റുള്ളവർ ഔദ്യോഗിക അംഗങ്ങൾ. നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിനകത്ത് ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ, ഏകദേശം അതുപോലെ തന്നെയാണ്. മറ്റുള്ളവർ അനൌദ്യോഗിക അംഗങ്ങൾ. നോക്കിക്കേ, അനൌദ്യോഗിക അംഗങ്ങളിൽ 16 പേർ പൊതു നിയോജക മണ്ഡലങ്ങളിൽ നിന്നും 6 പേർ വിശേഷ താല്പര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന പ്രത്യേക മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരു സഭകളും ഭരണപരമായും നിയമനിർമ്മാണപരവുമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. അവർക്ക് വാർഷിക ബജറ്റിനെ കുറിച്ച് ചർച്ച നടത്താനും അതിന്മേൽ വോട്ട് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ അസംബ്ലിയിൽ നിന്ന് വ്യത്യസ്തമായി ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ബജറ്റിന്റെ ഏതിനത്തിലും തുക വെട്ടി കുറയ്ക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം ആവശ്യപ്പെടാനും പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ പ്രമേയം അവതരിപ്പിക്കാനും അസംബ്ലിക്ക് എന്ന പോലെ കൗൺസിലിനും അവകാശം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇനി ഒന്നും ഓർത്തില്ലെങ്കിലും നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ എന്ത് പരിഷ്കാരമാണ്? നിയമനിർമ്മാണ സഭാ പരിഷ്കാരം. 2 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ആ മണ്ഡലങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ബാക്കിയൊക്കെ വിട്ടേക്ക്, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇത് കൂടാതെ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായ മറ്റ് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട പരിഷ്കാരങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്, കുറെ നേട്ടങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാവർക്കും അറിയാലോ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപനം എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ്. 1932 തിരുവിതാംകൂറിലെ ഭൂപണയ ബാങ്ക് സ്ഥാപിതമായി. 36 ക്ഷേത്രപ്രവേശനം, 37 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപനം, 32 തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിതമായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. 37 കാർഷിക ഋണാശ്വാസ നിയമപ്രകാരം ഗ്രാമീണരുടെ ഋണബാധ്യത നിവാരണത്തിന് വേണ്ടിയിട്ട് ചില നടപടികൾ സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി 1939 തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്.
രാജ്യത്തിന്റെ വ്യവസായവൽക്കരണത്തിന് പരമാവധി മുൻഗണന നൽകപ്പെട്ടത് ഇദ്ദേഹമായിരുന്നു. തിരുവനന്തപുരത്തെ ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, പുനരൂർ പ്ലൈവുഡ് ഫാക്ടറി, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് മുതലായ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇക്കാലത്താണ്. ഓർത്തു വെച്ചേക്കുമല്ലോ. തിരുവിതാംകൂറില് അതായത് തിരുവനന്തപുരത്ത് ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറയിലെ കളിമൺ ഫാക്ടറി, പുനലൂരിലെ പ്ലൈവുഡ് ഫാക്ടറി, ഏലൂരിലെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്ന വ്യവസായശാലകളൊക്കെ സ്ഥാപിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്ത് സർക്കാർ കൈക്കൊണ്ട വ്യവസായവൽക്കരണ നയം നിമിത്തമാണ് പുനലൂർ, കുണ്ടറ, ഏലൂർ എന്നീ പട്ടണങ്ങൾക്ക് ഇന്ന് വ്യവസായ പ്രാധാന്യം കൈവന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിന്റെ ആവിർഭാവവും ഒക്കെ ഈ കാലഘട്ടത്തിലാണ് വന്നത്. ഭരണപരവും സാമൂഹികവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ മഹാരാജാവിന് അദ്ദേഹത്തിന്റെ സമർത്ഥനായ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഉപദേശവും പിന്തുണയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. ഇതുപോലെ തന്നെ ചോദിക്കും കേട്ടോ, കാരണം ഇതേ ടെക്സ്റ്റ് ബുക്കിലെ അതേ ലൈൻസ് തന്നെയാണ് എല്ലാ വർഷവും ചോദിക്കുന്നത്. ഏതായാലും അത്ഭുതപൂർവമായ രാഷ്ട്രീയ അസ്വസ്ഥ്യം നിറഞ്ഞതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലം. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും അതിനെ നേരിടാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും പിന്നീട് വിവരിക്കാമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം? ഡീറ്റെയിൽഡ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, സ്ലൈഡ് തയ്യാറാക്കി. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ പോയിന്റ് വൈസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അവസാനത്തെ ഭരണകർത്താവാണ് ഇദ്ദേഹം. രാജകുടുംബത്തിൽ അനന്തരാവകാശികൾ ഇല്ലാത്തതിനാൽ മാവേലിക്കര ഉത്സവമഠം കൊട്ടാരത്തിൽ നിന്നും സേതു ലക്ഷ്മി ഭായിയെയും സേതു പാർവതി ഭായിയെയും ദത്തെടുത്തു. ഈ ദത്തെടുത്തവര് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി വിവാഹം നടത്തുകയും അങ്ങനെ കിളിമാനൂർ കൊട്ടാരത്തിലെ രവിവർമ്മ കോയി തമ്പുരാൻ സേതു പാർവതി ഭായിയെ വിവാഹം കഴിക്കുന്നു. ഈ ദമ്പതിമാരുടെ, അതായത് സേതു പാർവതി ഭായിയുടെയും കിളിമാനൂർ കൊട്ടാരത്തിലെ രവിവർമ്മ കോയി തമ്പുരാന്റെയും മൂത്ത മകനാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ എന്ന് പറയുന്നത്. ഇനി നോക്കാം. റാണി ലക്ഷ്മി ഭായ്, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നിവരായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരിയും. 1924 ശ്രീമൂലം അന്തരിക്കുമ്പോൾ അനന്തരാവകാശിയായ ചിത്തിര തിരുനാൾ പ്രായപൂർത്തിയാകാത്തതിനാൽ മൂത്തറാണി സേതു ലക്ഷ്മി ഭായ് റീജന്റ് ആയിട്ട് വന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലയോ? ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ശരിക്കും മൂത്ത മോനാണ് ആവേണ്ടതെങ്കിൽ ആ സമയത്ത് പ്രായപൂർത്തിയാവാത്തതിനാൽ ഇദ്ദേഹത്തിന്റെ സഹോദരി സേതു ലക്ഷ്മി ഭായ്, മൂത്തറാണി സേതു ലക്ഷ്മി ഭായ് ആണ് റീജന്റ് ആയിട്ട് പ്രവർത്തിച്ചത്. 1931 സെപ്റ്റംബർ 1 വരെയാണ് റാണി ഭരിച്ചത്. വിദേശത്തെ ഭരണ വ്യവസായ രംഗങ്ങൾ മനസ്സിലാക്കാൻ 1932 അമ്മയും സഹോദരിയെയും കൂട്ടി ചിത്തിര തിരുനാൾ ലണ്ടൻ സന്ദർശിച്ചു. കൂടെ ഫ്രാൻസ്, ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും എന്ന് സന്ദർശിച്ചെന്നാ പറഞ്ഞത് 1932. VS സുബ്രഹ്മണ്യർ, ആസ്റ്റിൻ, ഹബീബുള്ള, ഡോക്ടർ കുഞ്ഞൻപിള്ള തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ കീഴിലെ ആദ്യകാല ദിവാൻമാരായിരുന്നു. മദ്രാസ് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ചെത്പട്ട് പട്ടാഭിരാമ രാമസ്വാമി അയ്യർ, TP രാമസ്വാമി അയ്യർ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നിയമോപദേശകനായിട്ട് ഇവിടെ എത്തുകയും അദ്ദേഹം പിന്നീട് ദിവാനായി അധികാരമേറ്റ വർഷം 1936 ഒക്ടോബർ 10-നാണ്. 1936 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് മഹത്തായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ബഹുവിധ പ്രവർത്തനങ്ങളാൽ വിദ്യാഭ്യാസ രംഗം നവീകരിച്ചു. വധശിക്ഷ അവസാനിപ്പിച്ചു. തൊഴിലിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ലേബർ കോർട്ട് സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ചു. നിലവിലുണ്ടായിരുന്ന നായർ ബ്രിഗേഡിൽ എല്ലാ പ്രജകൾക്കും പ്രവേശനം നൽകി വിപുലമായ സ്റ്റോക്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുൻപുണ്ടായിരുന്ന ശ്രീമൂലം സ്റ്റേറ്റ് അസംബ്ലി, ശ്രീമൂലം പ്രജാസഭ, ശ്രീ ചിത്ര സ്റ്റേറ്റ് അസംബ്ലി എന്നിങ്ങനെ ഇരുതലങ്ങളുള്ള നിയമസഭയായി വികസിപ്പിച്ചു. നമ്മൾ പറഞ്ഞു ഇപ്പം. ശ്രീ ചിത്ര ഹോം എന്ന അഗതി മന്ദിരം സ്ഥാപിച്ചു. വഞ്ചി പൂവർ ഫണ്ട് രൂപീകരിച്ചു. രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതികൾക്കായി വ്യവസായശാലകൾ സ്ഥാപിച്ചു. ഇനി നോക്കുക, ഭരണകാലത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് പറയുന്നത്. 1937 നവംബർ 1-ാം തീയതി തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുകയും തിരുവനന്തപുരം വിമാനത്താവളം പണി കഴിപ്പിച്ച് ബോംബെക്ക് വിമാന സർവീസ് ആരംഭിക്കുകയും ചെയ്തു. തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു. പൊതുഗതാഗത വകുപ്പ് രൂപീകരിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് സമ്പ്രദായം നടപ്പിലാക്കി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പ്രായോഗികമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിലാകെ വൈദ്യുതി ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കി. തിരുവനന്തപുരം നഗരത്തിൽ വൈദ്യുതീകരണം നടപ്പിലാക്കി. തിരുവനന്തപുരം കന്യാകുമാരി റോഡ് സിമന്റ് കോൺക്രീറ്റ് ചെയ്യുകയും ശുദ്ധജല വിതരണ പദ്ധതി തിരുവനന്തപുരത്ത് പൂർത്തിയാക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. 1938 ഭൂപണയ ബാങ്ക് പുനഃസ്ഥാപിക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പോ ഓൾറെഡി അദ്ദേഹത്തിന്റെ ഭൂപണയ ബാങ്ക് പറഞ്ഞില്ലേ 32, അതിനുശേഷം പുനഃസ്ഥാപിച്ചത് 38-ലാണ്.
സർക്കാർ ഓഫീസുകളുടെ നിയമനത്തിനായി നോക്സ് കമ്മീഷണറായി പബ്ലിക് സർവീസ് കമ്മീഷനെ രൂപീകരിച്ചു. സ്വാതി തിരുനാൾ സംഗീത കോളേജ് സ്ഥാപിച്ചു. സ്വാതി തിരുനാൾ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ ഏർപ്പാടുണ്ടാക്കി. സ്വാതി തിരുനാൾ സംഗീത സഭ രൂപീകരിക്കുന്നതിനും അതിന് ആസ്ഥാനം ഉണ്ടാക്കുന്നതിനും വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. ബോംബെയിൽ കേരള എംപോറിയം സർക്കാർ ചുമതലയിൽ ആരംഭിച്ചു. ശ്രീ ചിത്ര ആർട്ട് ഗാലറി സ്ഥാപിച്ച് രാജാ രവിവർമ്മ, KCS പണിക്കർ തുടങ്ങിയ പ്രസിദ്ധ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സൗകര്യമൊരുക്കി. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് 1935 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നതിന് അമ്മ മഹാറാണിക്ക് വേണ്ട പിന്തുണ നൽകി. വർഷം 1935 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് നടന്ന എവിടെയാ? തിരുവനന്തപുരത്താണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണ വിഷയത്തിലുള്ള പ്രത്യേക താല്പര്യം പ്രദർശിപ്പിച്ചു. 1934 ലൈഫ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് സമാരംഭിച്ചു. തിരുവനന്തപുരത്ത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചു. പെരിയാർ തേക്കടി വന്യജീവി സങ്കേതം നിർമ്മിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോപ്പതി കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഇന്നത്തെ വളർച്ചയിലേക്ക് അടിസ്ഥാനമിട്ടതും ഇദ്ദേഹം ആണ്. മാതൃശിശു രോഗ ചികിത്സയ്ക്കായി ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി സ്ഥാപിച്ചു. ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ സ്ഥാപിച്ചു. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമായി നമുക്കറിയാലോ. അങ്ങനെ 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കപ്പെടുകയും 1956 നവംബർ 1 വരെ രാജസ്ഥാനത്ത് ഇദ്ദേഹം തുടരുകയും ചെയ്തു. ഐക്യ കേരളം രൂപം കൊണ്ടതോടെ അദ്ദേഹം അധികാരമൊഴിഞ്ഞ് സാധാരണ പൗരനെ പോലെ ആവുകയും 1992 ജൂലൈ 12 മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ പ്രവേശിക്കപ്പെട്ട ചിത്തിര തിരുനാൾ മഹാരാജാവ് 1992 ജൂലൈ 20 നാട് നീങ്ങി അഥവാ മരണപ്പെട്ടത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇദ്ദേഹത്തെ പറ്റിയിട്ട് കൃത്യമായി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.